ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച വീഡിയോയുമായിട്ട് എത്തിയില്ല, കാരണം പറഞ്ഞിട്ട് പോയതുപോലെ തന്നെ ഒരു ക്രിസ്മസ് വ്ലോഗുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട് മുഴുവൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു ക്ലീനിങ് ഒക്കെയാണ് ഇതിനു മുമ്പ് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ ലിവിങ് റൂമിൻ്റെ ഡെക്കറേഷൻ നമ്മൾ കാണിച്ചിരുന്നു. എന്നാൽ ഇനിയൊരു ക്രിസ്മസ് തീമായിട്ട് ചെയ്യുന്നതിൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്തിട്ട് എല്ലാവരും പറയുന്ന ഒരു ഏരിയ ആണ് സ്റ്റെയർ. അപ്പോൾ ആ ഒരു സ്റ്റെയറിൻ്റെ പാർട്ട് എന്തായാലും ക്രിസ്മസ് തീമിലൊന്ന് ചെയ്യണം എന്ന് വളരെയധികം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അത് സ്റ്റെയർ ഒന്ന് പ്ലാൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ടി വിയുടെ ഏരിയയിൽ ചെയ്തിരുന്ന സെയിം സ്റ്റൈലിൽ തന്നെയാണ് ഗ്രീൻ്റെ ഈ ഒരു 3, അതായത് നമ്മൾ അന്ന് ഒരെണ്ണം യൂസ് ചെയ്തു, അതുപോലത്തെ ഒരു 3 കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3 മതി നമുക്ക് ഈ സ്റ്റെയർ ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. സാധാരണ ഇങ്ങനെ ഡെക്കറേഷൻസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്ത് ഭംഗിയാണ്. പക്ഷേ ചിലത് വിചാരിക്കും ഭയങ്കര സിമ്പിളാണ്, ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ അറിയുള്ളൂ അല്ലേ. പക്ഷേ ഇതൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചാലും, ഞാനൊരു ഡെക്കറേഷൻ വർക്കും ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളാണ്. പക്ഷെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ വീടൊന്ന് ഗ്രാൻഡാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ കുറച്ച് റെഡ് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ റെഡ് ഫ്ലവേഴ്സ് വലുതും ചെറുതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 തരം വെക്കുമ്പോഴും ഭംഗിയാണ്. ചെറുതുകൾ കുറച്ച് കൂടുതൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയാണ്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെയർ കാണാൻ വേറൊരു ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും ഓരോ ഏരിയയിൽ മാറ്റി മാറ്റി ഇത് തന്നെ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഈ വർഷം ചെയ്ത പോലെ വേണമെന്നില്ല, അടുത്ത വർഷം നമുക്ക് ആ തീമൊക്കെ ഒന്ന് മാറ്റി നോക്കാമല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ബോൾസൊക്കെ ഇല്ലേ, ഇതൊക്കെ എൻ്റെ കയ്യിൽ പഴയ സ്റ്റോക്കിരുന്ന ബോൾസാണ്. ആ ബോൾസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്, ബെൽസും. അപ്പോൾ നമുക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചെയ്താലും നമുക്ക് ഇങ്ങനെയൊരു ലുക്കിലേക്ക് നമ്മുടെ സ്റ്റെയറിനെ ഒന്ന് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഒരു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീട്ടിലെ മൊത്തത്തിലുള്ള ലുക്കൊക്കെ ഒന്ന് മാറും അല്ലേ. അപ്പോൾ സ്റ്റെയർ ചെയ്ത് കഴിയുമ്പോൾ ഇനി അടുത്ത് നമുക്ക് കയറി വരുന്നൊരു എൻട്രി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഡോറിന് ബ്ലൂ തീം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കളറും ചെയ്യാൻ എളുപ്പമായിരുന്നു കേട്ടോ. അത് ഉഡനായാലും സെയിം ഇതുപോലെ തന്നെ ഭംഗി കിട്ടും. അപ്പോൾ മുകളിൽ നമ്മൾ ടോപ്പ് ഭാഗത്ത് കുറച്ച് ഗ്രീൻ വെച്ച് കൊടുത്തു, ലീഫുള്ളത്. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് വേറെ വലിയ പണിയൊന്നുമില്ല, കാരണം ഇതിൻ്റെ എഡ്ജിലൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. ഇനി ഇതിലേക്കൊരു മാല ബൾബൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. അതൊരു വാം തീമാനം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. അതായത് നൈറ്റിൽ കറക്റ്റ് ഒരു ക്രിസ്മസ് ആംബിയൻസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. നിങ്ങളുടെയൊക്കെ ഡെക്കറേഷൻസൊക്കെ എന്തായി, എവിടം വരെയായി, ചിലപ്പോൾ ഇതിനേക്കാൾ ഭംഗിയായി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കം തന്നെ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എന്തഭിപ്രായമായാലും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ സ്റ്റെയറിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് കാണിച്ചു കേട്ടോ. കാരണം ഇത് രണ്ടും ഞാൻ ചെയ്തത് ഒരുമിച്ച് അറ്റ് എ ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്റ്റെയർ ഡെക്കറേഷൻ നോക്കുന്നവർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ത്രൂ ആയിട്ട് ഒരുമിച്ച് കാണിച്ചത്. പക്ഷേ ഇത് ഞാൻ രണ്ടും പാരലായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഡോറിൻ്റെ അവിടെ ഒരു റെഡ് റിബൺ കെട്ടി അതിനുശേഷം നമ്മൾ തന്നെ ഒരു ബോ ചെയ്തെടുത്ത് അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ഇയർ ക്രിസ്മസ് ട്രീയിലിട്ടൊരു ബെല്ലും 2 ചെറിയും ഒക്കെ വെച്ച് കൊടുത്ത് അതും ആ ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ വോളിൽ തന്നെ ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്ത ഗ്രീൻ ത്രെഡ് കൊണ്ടുള്ള ട്രീയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടേജ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഒരു ഏരിയ, നമ്മുടെ സാമ്രാജ്യം. അപ്പോൾ വൈറ്റ് കിച്ചണെ ക്രിസ്മസ് തീമിലേക്കൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ കർട്ടൻ ഒന്ന് മാറ്റണം എന്നായിരുന്നു കേട്ടോ. കർട്ടൻ മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ കർട്ടൻ്റെ 3 കർട്ടനും മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ വൈറ്റ് കിച്ചണിൽ കംപ്ലീറ്റ് ഒരു റെഡ് മയം ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും പഴയ നമ്മുടെ വൈറ്റ് കർട്ടനൊക്കെ ഇട്ട് അതിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഗ്രീൻ്റെ ത്രെഡാണ് കേട്ടോ വാങ്ങിച്ചിരിക്കണേ. ഇത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെയല്ല, ഇത് നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് അങ്ങോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ലൂസാക്കി എടുക്കാൻ പറ്റുന്നതാണ്.
അതൊരു 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നൂലും സൂചിയും ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മളിങ്ങനെ പണ്ടൊക്കെ ചാക്കൊക്കെ തുന്നാന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രസ്സ് നമ്മൾ നേടിയെടുക്കില്ലേ വളരെ വലിയ കാണിയിട്ടിട്ട്, അതുപോലെ വലിയ വലിയ കാണിയിട്ടിട്ട് ഞാനൊന്ന് ഏടിയെടുക്കുകയാണ്. അല്ലാണ്ട് ഭയങ്കരമായിട്ട് തുന്നി പിടിപ്പിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ 3 ഗ്രീൻ ത്രെഡ് കൊടുത്ത് അത് കംപ്ലീറ്റ് ഒന്ന് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ സെൻറ്ററിൽ ഒരു റെഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു ക്രിസ്മസ് തീമിലേക്ക് പോകും. അപ്പോൾ ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ച ബോയാണ് കേട്ടോ. ഈ 3 ബോ അതൊരു സെറ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 30 രൂപയെന്ന് ആയിരുന്നു എന്ന് തോന്നുന്നു ഈ 3 ബോക്ക് കൂടിയിട്ട്. അപ്പോൾ അത് വാങ്ങിച്ച് അതിൻ്റെ കൂടെ നമ്മുടെ ട്രീയിലുള്ള ഒരു ബോളും കൂടി ഒന്ന് കൊടുത്ത് അത് സെൻറ്ററിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കൊരു ഗ്രീനും കിട്ടി, റെഡും കിട്ടി, താഴെ വൈറ്റും കൂടെ വന്നപ്പോൾ കറക്റ്റ് ക്രിസ്മസ് തീമായില്ലേ. ഇത് മതി. എനിക്ക് തോന്നുന്നു എനിക്ക് വല്ലാതെ ഇങ്ങനെ കുത്തി നിറച്ച് കാണുമ്പോൾ ഒരു സുഖമില്ല. ഒരു സിമ്പിളായിരിക്കണം, എന്നാൽ ഒരു എലഗൻ ലുക്ക് വേണം. അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഐഡിയ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ കുറേ പേര് കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കമൻറ്റ് അത്ര വാല്യുബിളാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഇനിഷ്യൽ ലൈക്കും അത്രയധികം വാല്യുബിളാണ് കേട്ടോ. ഇത് നമ്മുടെ സാന്തയുടെ വണ്ടിയുടെ ഒരു ബെല്ലില്ലേ, ആ ഒരു ടോണാണ് ഇതിൻ്റെ ബെല്ലിന്. അപ്പോൾ ക്രിസ്മസ് ആയാൽ നമുക്ക് കുറച്ച് ബെല്ലും ആ ഒരു ടോണൊക്കെ വീട്ടിൽ വന്നാലാണല്ലേ ഒരു കളറാവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ മിഡിലായിട്ടാണ് ഞാൻ ഡബിൾ സൈഡ് ടേപ്പിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്തത്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ കബോർഡുകൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതും കൂടെ നോക്കണം കേട്ടോ. കറക്റ്റ് നമ്മൾ മാറ്റി കഴിയുമ്പോഴും അത് ആ ഒരു ലുക്കിൽ തന്നെ വേണ്ടേ. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് ആ റെഡ് കൊടുത്തു, അപ്പുറത്തൊരു വൈറ്റ് കൊടുത്തു. ഇവിടെ നമ്മൾ കലണ്ടറും അതുപോലെ തന്നെ ടവലൊക്കെ ഇടുന്ന ഒരു ഏരിയയിലും നമ്മളൊരു സാന്തയുടെ ഒരു ത്രെഡ് കൊടുത്തു. ഇനിയുള്ളത് നമ്മുടെ ഹോബിൻ്റെ ഏരിയയിലാണ്. ഹോബിൻ്റെ ഏരിയയിൽ ഞാനൊരു ക്രിസ്മസ് റീത്താണ് ഇട്ട് കൊടുത്തത്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്മസ് റീത്ത്. ഇനി നമ്മുടെ ഐലൻഡ് ടേബിളിൻ്റെ ഫ്രണ്ടിലും ഞാനൊരു റീത്താണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പം ഞാനതൊന്നും സെറ്റ് ചെയ്യുന്നില്ല വേറെ. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് എൻ്റെ ഒരു ഐഡിയയിൽ കുറച്ച് ക്യാൻഡിൽസൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് വീഡിയോസിൽ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഇനി നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റീപ്ലേസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഏരിയ ഒക്കെ മാറ്റിയത്. അപ്പോൾ നമ്മുടെ വുഡൻ്റെ ആ ഒരു സ്റ്റാൻഡ് മാറ്റി പകരം നമ്മൾ ക്രിസ്മസ് തീമിലൊരു ട്രേ വെച്ചു. നമ്മുടെ ഉപ്പിൻ്റെ ഭരണിയൊക്കെ അതിൽ തന്നെ വെച്ചു. പിന്നെ നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു സ്പൂൺ റെസ്റ്റ് വാങ്ങാത്തത് എന്താ, ഓൺലൈനിൽ കിട്ടില്ലേന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടമുള്ളൊരു സംഭവം കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ എന്തായാലും ക്രിസ്മസ് തീം ബേസ് ചെയ്തിട്ട് ഞാനൊരു സ്പൂൺ റെസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് പെപ്പറും അതുപോലെ തന്നെ സോൾട്ടൊക്കെ ഇടാനുള്ള നല്ല ക്രിസ്മസ് തീമിൽ തന്നെ ഓൾറെഡി അതൊക്കെ ഞാൻ ഈ വർഷം പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അത് വന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാറ്റാനുള്ളത് ഷുഗർ, ടീ, കോഫി പോട്ടാണ്. അത് മാറ്റിയപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റെഡും വൈറ്റും ഉള്ള കുറച്ച് ഒരു മഗ്ഗിൻ്റെ സെറ്റാണ് ഞാൻ താഴേക്ക് ഇറക്കിയത്. അതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി പർച്ചേസ് ചെയ്യേണ്ട, പക്ഷേ ചെയ്തത് ഭംഗിയായിട്ട് വയ്ക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചെറിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ വുഡൻ സ്റ്റാൻഡിനെ പഴയ സ്റ്റാൻഡാക്കി നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇനി ഒരു കുറച്ച് സ്പൂണും കാര്യങ്ങളൊക്കെ ഒന്ന് കീപ്പ് ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ സ്റ്റീലിൻ്റെ സ്പൂണുകളെല്ലാം മാറ്റിയിട്ടുണ്ട്, മൊത്തത്തിലൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി ആ ഒരു ചേഞ്ച് കൊടുത്തു. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നമ്മുടെ ക്രിസ്മസ് തീമിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ലീഫും കുറച്ച് ചെറിയും കുറച്ച് ഡാർക്ക് റെഡ് ചെറിയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വെച്ച് നമ്മുടെ ഈ ഒരു ബക്കറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. ഇനി ക്രിസ്മസിൻ്റെ ടൈമിൽ നമുക്കിത് മാറ്റിയിട്ട് വേണമെങ്കിൽ വൈനും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അതും വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ ഓരോരുത്തരും ഓരോ ഐഡിയയിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതിനെ നമ്മുടേതായ ഐഡിയയിലേക്ക് ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കിച്ചൺ നല്ല നമ്മുടെ വീടിനൊരു മൊത്തത്തിലൊരു ലുക്ക്
മാറ്റും. ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ ഒരു ക്രിസ്മസ് തീമിലേക്ക് നമ്മുടെ വീടും അതുപോലെ തന്നെ കിച്ചണും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ഒരു നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് ഇങ്ങനെയൊരു തീമിൽ ചുമ്മാ ഒന്ന് റിബൺ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു റെഡ് റിബൺ കെട്ടിക്കൊടുക്കുക, ഒരു ഗ്രീൻ ലീഫ് ഒന്ന് വെച്ച് കൊടുക്കുക, മതി. ഇത്രയൊക്കെ ആയാൽ തന്നെ സെറ്റായി. ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ച് വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവമാണ്. പക്ഷെ ഞാനിത് ഒട്ടിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇന്നെനിക്ക് തോന്നി നമ്മുടെ കിച്ചണിൽ വെക്കാൻ പറ്റിയൊരു ആപ്റ്റ് ടൈമാണെന്ന് തോന്നി. അപ്പോൾ ഞാനിത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണേ. ഇതിൻ്റെ താഴെ ഒരു കോഫിയൊക്കെ സെറ്റ് ചെയ്ത് 2 ചെയറൊക്കെ ഇട്ടിരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫീൽ കിട്ടില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കുള്ളതിൽ നമ്മൾ ഭംഗിയാക്കി എടുക്കുക, അതിനൊരു പുതിയൊരു ആംബിയൻസ് കൊടുക്കുക, അത്രയൊക്കെ തന്നെ വിചാരിക്കുക. ഇത് ഞാൻ ഐക്കയിൽ നിന്ന് ഓൾറെഡി വാങ്ങിച്ച് വെച്ചിരുന്ന ഒരു ബോക്സാണ്, കണ്ടെയ്നറാണ്. അപ്പോൾ അതിനെ ഞാൻ നമ്മുടെ റെഡ് ടവലൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വലിയൊരു ഏരിയ ഉള്ളത് ആ കബോർഡിൻ്റെ മുകൾ ഭാഗം, അത് കുറച്ച് സ്പേസ് ഉള്ള കാരണം അവിടെ ഒരു കുട്ടി ട്രീ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ തന്നെ മൊത്തം ലുക്കൊന്ന് മാറിക്കിട്ടില്ലേ? അപ്പം ഞാൻ അവിടെ കുറച്ച് ബോൾസൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടി ട്രീ വെച്ചു. അതിൻ്റെ താഴെ നമ്മുടെ സാന്തേനെയും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഓൾറെഡി സാന്ത വന്നു. ഇനി നമുക്ക് സാന്തയോടെ ഇവിടെ ഒന്ന് നിന്നിട്ട് പോകാൻ പറയാം അല്ലേ? കാരണം ക്രിസ്മസിൻ്റെ വരവൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തു. ദേ നിൽക്കട്ടെ, സാന്തേനെ നമുക്ക് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. അതോടുകൂടി നമ്മുടെ ക്രിസ്മസിൻ്റെ സിമ്പിൾ ഡെക്കറേഷൻ നമ്മുടെ കിച്ചണിൽ മേക്ക് ഓവർ സ്റ്റൈലൊന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ ഒന്ന് മൊത്തം നമ്മുടെ വീട് കംപ്ലീറ്റ് ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കുറേ പേരായി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ക്രിസ്മസ് റെസിപ്പീസ് എല്ലാം ക്രിസ്തുമസിൻ്റെ മുമ്പ് നിങ്ങൾ ചോദിച്ച റെസിപ്പീസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കുക്കിംഗ് വ്ളോഗും ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ മറക്കാതെ ലൈക്ക് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.